I'm here inside my house. These criminals are applying laser onto my left kidney to make my face so fat. Actually, you all know I didn't even cook today. Nothing I cooked. Why? Because everything that elephant food yam was there. Everything was there, like and vegetables. I had only that. And these criminals are applying laser onto my left kidney like anything. I didn't even cook anything. Okay, I have proof actually. And even tomorrow, there is no need for cooking or anything. I'm having that for one time. I feel. And what problem these criminals are having, I don't know. And always applying this. My mother is not here, so for her, I used to cook this much actually. Okay, now I know I am not having anything, so why should I cook? What I should cook? Only I will boil that elephant foot yam. And these criminals are applying laser onto my face. My face is very thin, and that's why these criminals are always applying laser onto my left kidney to make my face look so fat by creating water retention actually. ഇങ്ങനെ വാട്ടർ റിറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക ഇവന്മാരുടെ ജോലി. ഇതൊക്കെ നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇതൊക്കെ കോൺസ്പിറസി ആണെന്നും ഒന്നും പറയേണ്ട കാര്യങ്ങളില്ല. ഇവന്മാരെ നല്ല വിളിച്ച് പിടിച്ച് നല്ല ഇടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവന്മാർ പറയും എന്ത് ആപ്പാണ് ഇവന്മാരുടെ ഫോണിലുള്ളതെന്നുള്ളത്. ഇപ്പം വാട്ടർ റിറ്റൻഷൻ അവന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിയിലോട്ട് ഇവന്മാർ അടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് വീർക്കുന്നതും അതിന് മുമ്പുള്ള ഫേസും എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സോണിക് വെപ്പൺ ഇവന്മാരെ കൊണ്ട് അടിക്കുക. ഞാൻ പറഞ്ഞിട്ട് ഈ ജഡ്ജിൻ്റെയൊക്കെ ഇത് അവർക്കല്ലേ അറിയണ്ട, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ അടിച്ചു ഇവന്മാർ ജയിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ജഡ്ജിന് മനസ്സിലാവും ഇത് കറക്റ്റാണെന്നുള്ളത്. എന്തോ ഒന്ന് കോൺസ്പിറസിയും കീൺസ്പിറസിയും അല്ല ഇത്. നല്ല ഒന്നാന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുക കുറേ അവന്മാർ ഫോണിനകത്തൂടെ. ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതാണെന്ന് അറിയാമല്ലോ. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നത്, വാട്സപ്പ്, അങ്ങനെ എല്ലാവർക്കും അറിയാം. ഇങ്ങനെ നടക്കുക നമ്മുടെ ഫോണും നമ്മുടെ യൂട്യൂബും ഒക്കെ പല പല രീതിയിൽ ഹാക്ക് ചെയ്തും നമ്മുടെ ലൊക്കേഷൻ കണ്ടവൻ്റെയൊക്കെ ഒരു പച്ചക്കറി വിൽക്കുന്ന മാവേലിക്കര പച്ചക്കറി വിൽക്കുന്നവർ വന്ന് ഇവിടെ എങ്ങാണ്ട് താമസിക്കുന്നുണ്ട്. അവിടെമാരെയൊന്നും നമുക്ക് അറിയത്തോലും ഇല്ല. എങ്ങാണ്ടൂന്ന് വന്ന് ഇവിടെ താമസിക്കുന്നവരാ. നമുക്കൊന്നും ഒരു പരിചയമില്ല, പറയുന്നത് നമുക്ക് പരിചയപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല. പിന്നെ കണ്ടാൽ പോകുന്നുണ്ടെങ്കിൽ മിണ്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ നമ്മുടെ ഫോണിന് നമ്മുടെ വാട്സപ്പോ എന്തൊക്കെ ലൊക്കേഷൻ കാണിക്കുക. നമുക്ക് അവിടെയൊക്കെ പോകേണ്ട കാര്യമില്ല. ഇതാ എൻ്റെ വീട്. നമ്മൾ ലൊക്കേഷൻ ഇടുന്നുണ്ട് നിരന്തരം. നമ്മൾ ഫേസ്ബുക്കിൽ ലൊക്കേഷൻ സേവ് ചെയ്യുന്നുണ്ട് നമ്മൾ എവിടാന്നുള്ളതിന്. മനസ്സിലായില്ലേ? എനിക്കിവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്നലെ എൻ്റെ അമ്മ പറഞ്ഞതിനും തെളിവുണ്ട്. എൻ്റെ വീട് എൻ്റെ 146 സെൻറ്റ് സ്ഥലവും വീടും എന്നുള്ളത് ഇവിടെ ഉണ്ട് എനിക്ക്. അല്ലാതെ എനിക്ക് കണ്ടവൻ്റെ ഒന്നും പിടിച്ചു പറിക്കേണ്ട, എനിക്ക് ലോൺ എടുക്കേണ്ട ഒന്നും ഒരു കാര്യമില്ല. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അഥവാ വിൽക്കണമെങ്കിൽ പല്ലാരിമംഗലത്ത് തെക്കേക്കര വില്ലേജിൽ കിടക്കുന്ന വസ്തു അത് വിറ്റാൽ കോടികൾ എൻ്റെ ബാങ്കിലോട്ട് വരും. 52 സെൻറ്റ് സ്ഥലമുണ്ട്. അത് വിറ്റാൽ മനസ്സിലായില്ലേ? ഇപ്പോൾ 1 പവൻ സ്വർണ്ണത്തിനൊക്കെ എത്രയാണ് വിലയെന്ന് അറിയാമല്ലോ. 1 പവൻ സ്വർണം വേണമെങ്കിൽ ഇപ്പം 1 സെൻറ്റ് സ്ഥലം കൊടുക്കുന്നതിനും കാശൊന്നും ഇല്ലയോ. അപ്പം ഞങ്ങൾ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് അവിടെയൊക്കെ കിട്ടുന്ന വിലകളെന്നൊക്കെ. നമുക്ക് അവിടെയൊക്കെ ഉള്ളവരെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. ഇപ്പം അവർ ഓരോരുത്തരും കിട്ടേണ്ട വിലയാണ് അവരൊക്കെ ചോദിക്കുന്നത്. അല്ലാതെ അവരാരും എന്തുവാ ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത വിലകളൊന്നും പറയുന്നില്ല. അവിടെ അത്രയും എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും 2.5 കുറച്ചൊന്നും ആരും കൊടുക്കത്തില്ലെന്ന് ഇപ്പം പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ 2.5 ലക്ഷം രൂപ പെർ സെൻറ്റിന് കിട്ടുമ്പോൾ 52 സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക്. 52 സെൻറ്റ് സ്ഥലത്തിന് 2.5 ലക്ഷം രൂപ വീതം കിട്ടുമ്പം കാശൊന്നും ഇല്ലയോ? അതെൻ്റെ ബാങ്കിൽ എനിക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉണ്ട്. അതിനകത്ത് 8033 എന്ന് പറഞ്ഞ നമ്പറുണ്ട്. ഈയിടയ്ക്ക് ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നവർ അവൻ ഇവിടെ കയറി ഇറങ്ങി നടപ്പുണ്ടായിരുന്നു. അവന് വഴി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വഴി മാറ്റുമ്പം എന്തോ ഞാനങ്ങ് വിൽക്കാനാണെന്നും അവന് എഴുതി വേണം വഴിയെന്ന്. അപ്പം വഴി വേണ്ടി ഈ കൊടുത്തിരിക്കുന്നത് അവന്മാർ കാശ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഈ വഴിയാണ്. നമുക്ക് എന്തോ ഒരു വീട്ടുകാർക്ക് നമ്മൾ കൊടുത്തു, അവർ നമുക്ക് കാശ് തന്നു. ഒരു വീട്ടുകാർക്ക് നമ്മൾ കൊടുത്ത് ആ വഴി ഇനി അങ്ങോട്ട് കിഴക്കോട്ട് മാറ്റണമെങ്കിൽ ഇവർ കാശ് തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കും അവർക്കും കൂടെ ഉള്ള വഴിയാണിത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളങ്ങോട്ട് വേണമെങ്കിൽ ഇവർക്ക് യൂസ് ചെയ്യണമെങ്കിൽ ചുമ്മാ അത് കിട്ടുമോ? ഇവർക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി എഴുതിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വഴിക്ക് കാശ് തരണം. ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ. വഴിക്കൊക്കെ ചുമ്മാ ഒന്നും ആരും കൊടുക്കത്തില്ല വഴിയൊന്നും. മനസ്സിലായില്ലയോ? വഴിയൊക്കെ വേണമെങ്കിൽ കാശ് കൊടുക്കും. നമുക്ക് വഴിക്ക് 5, 6 ഇരട്ടി കാശാണ് ആൾക്കാർ കൊടുക്കുന്നത്. ഇവിടെ അടുത്ത് 1 സെൻറ്റിനെങ്ങാണ്ട് 40 എത്രയോ ലക്ഷം കൊടുത്ത സംഗതികൾ ഇവിടെ പറയുന്നേക്കാം. അപ്പോൾ വഴി വേണമെങ്കിൽ കാശ് കൊടുക്കണം. അന്നേരം ഇവന് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നവൻ ഇങ്ങനെ നടക്കുകയായിരുന്നു. നമ്മൾ വെറും തുച്ഛമായ ഇതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവന് ഭയങ്കര രോഗം. അവന് ഞാൻ പറഞ്ഞ് എഴുതിയൊന്നും തരാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞ് എഴുതിയൊന്നും തരാൻ പറ്റത്തില്ല വഴിയെന്ന് പറഞ്ഞു. കാരണം പണ്ടിങ്ങനെ അപ്പോൾ പലതും നടന്നത്, അതുകൊണ്ട് നമുക്ക് എഴുതിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് വേണ്ടെങ്കിൽ വേണ്ട.
എടുത്തില്ലെങ്കിൽ അവന് വഴി വേണ്ടെങ്കിൽ വേണ്ട, ആ വഴിയെ നടക്കണ്ട, അവൻ അല്ലാതെ പോയി എവിടെ കൂടാന്ന് വെച്ചാൽ കയറി പോയാൽ മതി. നമ്മുടെ വസ്തുവിനകത്തൂടെ കയറി പോകാൻ ഞങ്ങൾ അനുവദിക്കത്തുമില്ല, അവൻ്റെ അപ്പുറത്തുള്ള വസ്തുക്കാരും അനുവദിക്കത്തില്ല. മനസ്സിലായില്ലയോ? ഞങ്ങൾ വഴി കൊടുത്തവരും അനുവദിക്കത്തില്ല. അപ്പോൾ വേറെ എവിടെ കൂടെ പോകേണ്ടതെന്ന് വെച്ചാൽ പോയാൽ മതി. അല്ല ഞങ്ങളെ പറ്റിച്ചും തട്ടിച്ചും ഒന്നും ഇതാക്കേണ്ട കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വരാൻ ഒരു ഇതും വേണ്ട. നമ്മൾ അത്ര വലിയ പൊട്ടരൊന്നും അല്ല. മനസ്സിലായില്ലയോ? ചില